ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ. ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട്. നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും. ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുണ്ടിട്ട് തിരിച്ചു വരുള്ളൂ. ക്ഷമിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ. അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ്. വഴിയിൽ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടു. ആശുപത്രിയിലാക്കി. 5-6 പേർ ചേർന്ന് അടിച്ചു വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു. പിന്നെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലാക്കിയാൽ അത് ഇവിടെ വന്ന് പറയുന്നത് തനിക്ക് അറിഞ്ഞുകൊള്ളൂ. തല്ലി വീഴ്ത്തിയ തനിക്ക് തന്നെ ആളെ ഹോസ്പിറ്റലാക്കിക്കൂടെ? ആർക്കും ഒരു അനക്കല്ലാതിരിക്കുമ്പോ ഒരു കടലാസും കുത്തിക്കെട്ടി ഷൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ, താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും. ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ ആര് CBI യോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ വിത്ത് എ റെസ്പെക്റ്റഡ് റാങ്ക്. യു നോ ദാറ്റ്? എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വെക്കാനും ഞങ്ങളുടെ പോലീസുണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട്. നൗ യു ക്യാൻ സിറ്റ്. ഈ കടപ്പുറത്ത് വോളിബോൾ കളിക്കണത് തെരയില് തോണി ഇറക്കണത് ഒരുപോലെ. കാലിന് ഒരു പിടുത്തവും കിട്ടൂല. എത്ര പോയി കിട്ടി? 50 പോയടാ. ഒരു 50 കൂടെ പോയി കിട്ടുമ്പോ 100 ആവും. ഒരു ഫുൾ ഫിഗർ ആവും. ക്യാറ്റാ നിന്നെ എടാ ക്യാപ്റ്റാ, ഞാൻ പോവാ. വാ പോണം. ഞാൻ വരുന്നില്ല. കഴുത.
നമ്മളെ തല്ലിയത്? അപ്പം തിന്നാ പോരെ, കുഴിയണ് നിന്നിനാ. കൈയക്ഷരം ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക്. അല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇതൊന്ന് സൂക്ഷിച്ചോട്ടെ. ചായ തണുക്കും. ശരിയാ, തണുത്തു. അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു? കോടതിയിലേക്ക്. അന്ന് അച്ഛനൊരു കേസുണ്ടായിരുന്നു. ഇന്നാണ് സാക്ഷി വിസ്താരം. ഈ കേസ് തള്ളും. സാക്ഷി എന്ന് പറയുന്ന എൻ്റെ വേഷം എന്താണ് ഈശ്വര? ഇതുവരെ 7 ഭീഷണികൾ ഫോണിലൂടെ വന്നു. 8ാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഫോണുണ്ടോ? എടുക്കണ്ട. അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ വിളിക്കുക. ഏത് കഴിവേറി മക്കളാ അവിടെ ഫോൺ എടുത്തത്? കുമാരന്റെ ശല്യം തീർന്നല്ലോ. നാട് നന്നാക്കാൻ ജനിച്ച അവതാരം. ആരാത്? ബഹളം വെക്കണ്ട, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. ആരാണത്? കുമാരൻ is here. ഇത് ഞാൻ എടുക്കുന്നു. തിരിച്ചു തരാം. ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ. ഇന്ന് മെയ് 5. ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് ഇങ്ങനെ പറയും. തൽക്കാലം വാച്ച് വയ്ക്കാം, പണം ഉണ്ടാകുമ്പോൾ പുതിയതൊന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോൾ എന്ത് കരുതുവാവോ? ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ. ഈശ്വര, അതേ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ? ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. How does he know that? പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ 1ാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അന്ന് ശ്രീദേവി മോളുടെ 5ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പല്ലൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്. ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. അതാരാ നിലവിളിച്ചത്? എന്നാ അതൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ.
ഭാര്യയുടെ സ്വാർത്ഥത കണ്ടു. അവൾക്ക് നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വില പിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. പിടിക്കടാ അവളെ. കുഞ്ഞെവിടെ? ഇവൻ സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാടെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്? ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ച് കളാച്ചായ. ആഹാ, താൻ കുടുംബത്തോടെ വാരിയല്ലേ? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറി കൊണ്ടുപോ. ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കേ അവരാ പാവ മനുഷ്യനെ